ഒറ്റയ്ക്കാണോ? ഞാൻ കൊണ്ടാക്കണോ? പറഞ്ഞോളൂ. കീ ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളല്ലേ ചെക്ക് ചെയ്യേണ്ടത്? 2 ആഴ്ച മുന്നേ ഞാൻ സർവീസിന് തന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കണോ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം എന്നെ അറിയിക്കുക. ചേട്ടാ ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഫോണൊന്നും തരുമോ? ഫോണും തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Key not detected. കൊള്ളാലോ. ഹലോ ഹലോ താങ്ക്സ് ചേട്ടാ. ഹലോ, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ തല്ലി പിടിക്കല്ലേ? അതിന് വന്നേ. അയ്യോ, കുട്ടി കരയല്ലേ? അതെ, അല്ല ഫോൺ പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. കുട്ടി കരയാതെ. അനിലേ സാർ, കരയണ്ട, ഫോൺ പതുക്കെ മതി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണാ മോളെ, അത്രേ ഉള്ളോ? ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട അതിനും പറയല്ലോ. SP രാജ്കുമാർ സാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിൻ്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP-യുടെ പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? ആ കാറും കോട്ടും കണ്ടോ? വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശിയും പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? ആ, സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്ത. ആ കണ്ടോ സാറേ. പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? ഇന്നെ കല്യാണം നടക്കണ്ടായിരുന്നു. പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്ക് അറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഒളിച്ചോടും
മാത്രം എന്തുണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ? എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എൻ്റെ മൂഡ് പോയി സാറേ, ഏ എൻ്റെ മൂഡ് പോയി. മൂട് പോയെന്നോ? മോളെ, അച്ഛന്റെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? അങ്കിളൊന്ന് വിളിക്കട്ടെ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നേ. മോളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. പോലീസ് പരാതിപ്പെടാണെങ്കിൽ അവിടുന്ന് പരാതിപ്പെട്ട് വന്നാൽ പോരെ? ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, കറക്റ്റ്. എന്ത് കറക്റ്റ്? മോള് പറ. സിനെ ഞാൻ കണ്ടുപിടിച്ചോളാം അങ്കിള്. മോള് തൽക്കാലം തിരിച്ചു പോകുന്നതല്ലേ മോക്ക് നല്ലത്? എൻ്റെ കയ്യിൽ സിജി താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു വെക്കോളാം. സിനെ ചതിക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാറേ. ആ ഉറപ്പാ. സാറേ സി എ. ആ സാർ. ഇല്ല സാർ. സാർ ഉടൻ കണ്ടുപിടിക്കാം സാർ. ഉറപ്പ് സാർ, ഉറപ്പ് സാർ. വലവീശി കഴിഞ്ഞു. പിടി അങ്ങോട്ട്. ഓ ഓ എൻ്റെ പൊന്നു മോളെ, MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ആ കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നാളെ 18 വയസ്സാവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെ. അതൊരു പാവം കുട്ടിയാണ്. മോളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിരി. തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. ആളെ കണ്ടുപിടിക്കാം. മോള് പേടിക്കണ്ട. ഇപ്പൊ അങ്കിളിന് ഇങ്ങനെ ഒരു അർജന്റ് കേസില്ലായിരുന്നെങ്കിൽ അങ്കിള് തന്നെ കണ്ടുപിടിച്ചേനെ. സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലേ? വാ സാർ കാണാം. നോർത്തിൽ വല വീശിയായിരുന്നോ? അയ്യോ ഇല്ല സാർ. വീശണം. വീശാം. ചേട്ടാ, താങ്ക്സ്. ചേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുവിടുവോ? ഇവിടെയുള്ള വേറെ ആരൊന്നും ഓക്കെ ആയിട്ടൊന്നും തോന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. സ്റ്റേഷനോട് അടുത്താ, അങ്ങോട്ട് പോയാൽ മതി. അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഈ ആള് താമസിക്കുന്ന സ്ഥലം എവിടാന്നറിയോ? ഫ്ലാറ്റിന് അഡ്രസ് ഉണ്ടായിരുന്നു ഫോണില്. ഫോണൊന്ന് ഓണായിക്കോട്ടെ കേട്ടാ. ആ. Hello, Moto. ഇതേട്ടാ ഫ്ലാറ്റിന് അഡ്രസ്സ്. ഇത് 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ. സമയമെടുക്കും. ആ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ് ചെയ്ത് വെച്ചോ, ഇതിലിട്ടോളാം. താങ്ക്സ്. ഹലോ സ്റ്റെഫ് മോൾ, നീ എവിടെയാ? എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. എവിടാ? എത്ര നേരം ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു? എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്ന്. നീ എന്താ ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കാത്തെ? നിങ്ങൾ വിളിച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ? എന്നെ കൊച്ചു, നീ എവിടാന്നൊന്ന് പറ. ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ ആൻഡേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടനിപ്പോൾ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ അല്ലേ? 3 വർഷത്തെ പ്രേമമായിട്ടാ ഞാനും അവനായിട്ട്. അവനോ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ.
ആ ഓക്കെ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാ. ഈ രാത്രിയില്ല. അല്ല, അവിടെ കൊണ്ടുവിട്ടാൽ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണോ? അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. എന്ത് ഒന്ന് വേണ്ടി സൈഡേക്കോ. ചേട്ടാ പെട്ടെന്ന്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല. ശാന്തി. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരും. ചേട്ടന് ഛർദ്ദലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ, ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അയ്യോ, പ്രശ്നമുള്ളോ? എന്തു ചേട്ടാ? അല്ല, പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം. വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ, ആഹാ, കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാ അറിയാലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു. അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാണ്. അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കിവിടും. ഈ ചെറിയ കാര്യത്തിനൊക്കെ രാജ്കുമാർ സാറിന്റെ പേര് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ.
ഇയാളെന്തിനാ SP രാജ്കുമാറിന്റെ പേരൊക്കെ പറയാൻ പോയത്? അതിന് എനിക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടെ. അതാണ്. അമ്മച്ചി പറഞ്ഞോ. എന്തൊന്നാടാ സിദ്ധു ഇത്? നീ കഴിക്കുന്നില്ലേ? നിനക്ക് ഇവിടെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? അതൊക്കെ വളിക്കും. എടാ ചെറുക്ക, 8 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് മരുന്ന് കഴിച്ചിട്ട് കിടക്കാനുള്ളതാ. അമ്മ കഴിച്ചിട്ട് കിടന്നോ? വെയിറ്റ് ചെയ്യണ്ട. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചെന്നുള്ള പരാതി പറയാനല്ലേ? അത് വേണ്ട. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ സമയത്തിന് വന്ന് കയറും. ഉണ്ടാക്കിയാലോട്ട് വരുത്തുമില്ല. എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. അമ്മ ഞാൻ എത്തും, കുറച്ച് വൈകും. നീയും കൂടെ വന്നിട്ട് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. അമ്മച്ചി ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഴപ്പമില്ലടാ, നീ വിളിച്ചാൽ മതി, ഞാൻ അപ്പം എടുത്തു തരാം. എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെ അമ്മച്ചി? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഭക്ഷണം എടുത്തു വയ്ക്കാന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ശരി അമ്മച്ചി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കൂ, ഞാൻ വന്നോളാം. പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ ട്രോണ്ടത്തൊക്കെ ചൂടാട്ടാ. നിങ്ങളൊക്കെ എന്നോട് ജീവിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ഇതുപോലെ AC യുടെ മുന്നിൽ പോയിരിക്കും. എനിക്ക് ഊട്ടിയിലെ തണുപ്പൊക്കെ ആയിട്ട് സെറ്റ് ആയോണ്ടേ ഈ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാ. ഊട്ടി നല്ല സ്ഥലം. ഊട്ടി ടൂറൊക്കെ പോകാൻ പറ്റിയ. പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പോയിട്ടുണ്ട്. അതെ, നൈസ്. ഞാനേ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാ ടൂർ പോകുന്നത്? എവിടെയാ നിങ്ങൾ പോകുന്നത്? അല്ല, ചുമ്മാ ആലോചിച്ചെന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ ആയിരിക്കും പോകുന്നത്. ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഇറങ്ങി നോക്കിയാലോ? ചേട്ടാ വേണോ? നമുക്ക് പോയാലോ? ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയ സഹായിക്കണ്ടേ? നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലോ? മനുഷ്യന്മാരായാലേ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. നല്ലതാ. ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. ചേട്ടാ മാറി. ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോക്കിയോടെ നിൽക്കുന്നെന്താ? അയാളെ പെട്ടെന്ന് ആശുപത്രിയിലാക്ക്. അടിയിലാണ് വണ്ടിയുടെ അടിയിൽ. ചേട്ടാ ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസിന് സമയം എടുക്കും. ചേട്ടാ ഇങ്ങനെ ചേട്ടാ ഓട്ടോ ഇല്ലേ? ഓട്ടോ വിളിക്ക്. അയാൾക്ക് ശ്വാസം കിട്ടും. മാറിയില്ലേ? വണ്ടി എവിടെ? വണ്ടി കാറോ? സാറിന്റെ വണ്ടി കയറ്റി. സാറിന്റെ വണ്ടി ശരിയാവത്തില്ല. എന്തെങ്കിലും പറ്റിയാലോ? വണ്ടി ഒന്ന് തുറക്കണം സാർ. ചെറിയ വണ്ടി, എല്ലാവരും കേറില്ല. സാറെ കുറച്ച് മനസാക്ഷി കാണിക്കണം. പെട്ടെന്ന് എത്തിക്കാൻ നോക്ക്. നീ ഇപ്പുറത്തോട്ട് പറയുന്നു കേക്കോ? ഇനി സാറ് കയറി വണ്ടിക്കകത്ത്. എന്താ സാറേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ, പ്ലീസ്. ഒരു ജീവനല്ലേ സാർ? ചേട്ടാ ഇനി സംസാരം നിർത്തൂ. പെട്ടെന്നേറ്റ് പെട്ടെന്നേറ്റ്. സാറേ, പാവങ്ങളെ വല്ലപ്പോഴൊക്കെ ഈ വണ്ടി കയറ്റണം. കേറിക്കോ.
ഈ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ. ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മുടെ തലേ കൊണ്ടുവരും. ഇഡിയറ്റ്സ്. എന്ത് ജനങ്ങളാന്നേ. അല്ല, ഞാൻ ആക്സിഡന്റ് കാര്യം പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റോ? അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, ഇന്നത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇത്രയും മതി. താങ്ക്സ്. ആ, ഹലോ സിദ്ധു, എവിടെയാടാ? ഐശു, ചെന്നൈ എത്തിയോ? ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ. ഓ, എവിടെയാ ഇപ്പോ? ഞാൻ ഡ്രൈവ് ചെയ്യടാ, തിരിച്ചു വിളിക്കാം. അതെന്താ ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിച്ചാ? ഒന്ന് എത്തിക്കോട്ടോ, വിളിക്കാം. അതല്ലല്ലോ, ആരെങ്കിലും ഉണ്ടോ കൂടെ? എന്റെ കൂടെ വേറെ ആരാ? പിന്നെന്തോ ശബ്ദത്തിനൊരു മാറ്റം. എന്റെ ശബ്ദത്തിനോ? ആ, മാറ്റമൊന്നുമില്ലല്ലോ. ഓക്കെ. ഒരു 5 മിനിറ്റ്സ് തിരിച്ചു വിളിക്കോ? ഒരു 15 minutes. ഷുവർ? യാ ഷോ. വെക്കട്ടാന്നാ? വെക്കില്ല. സിദ്ധു, യു നോ സംതിങ്? ഐ റിയലി മിസ് യു. ഐ മിസ് യു ടു. ബൈ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ. വൈഫായിരിക്കും അല്ലേ? അല്ല, ഗേൾഫ്രണ്ടാ. അപ്പൊ വൈഫോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കത്തെ? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിന് ആദ്യം നമ്മൾ ഒരാളെ കണ്ടെത്തണം. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇച്ചിരി കൂടിപ്പോയി. ബട്ട് ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഞാൻ സിജിനോട് കല്യാണക്കാരൻ പറഞ്ഞേ ഉള്ളൂ. അവർ റെഡിയായിരുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനായി. ഐ എം സോറി, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരാളെ മനസ്സിലാക്കാനേ 3 വർഷമൊന്നും പോരാ, കുറേ കാലം വേണം. എന്നാലും സിജിൻ എന്തിനായിരിക്കും എന്നോട് പറയാതെ പോയേ? ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവോ? എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല. ഇയാളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കേട്ടില്ലേ? ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, പക്ഷെ ഒരു കണക്റ്റ് ഉണ്ട്. ഷീസ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി, എനിക്കിഷ്ടായി. കണ്ടാൽ ബാച്ചലറാന്ന് തോന്നില്ല അല്ലേ? ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ആണല്ലേ? പക്ഷെ ഈ സാട്ട പേപ്പറിൽ കൊള്ളാം. ആണോ? ആണല്ലേ? പക്ഷെ ഇത്ര മതി, കൂട്ടണ്ട. ഇല്ലല്ല. ചേട്ടൻ 4 പൊറോട്ട, 2 ബീഫ് ഫ്രൈ, പിന്നെ ചില്ലുംകൂടിലേക്ക് 2 ഉണ്ടപ്പൊരി, ഒരു ചായ. ശരി. ചേട്ടന്? എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ, ഈ ചേട്ടൻ ഒരു ചായ. ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി. അതുകൊണ്ട് വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം.
ഒന്ന് സെറ്റായി. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയ ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു. വാ വാ, ഇതിലെ വാ, ഇങ്ങോട്ട് പതുക്കെ. കറക്റ്റാ, കൊടുത്തു. കറക്റ്റാണ്. ഓട്ടോ ഓട്ടോ ഇപ്പൊ വരും, കുഴപ്പമില്ല, ഇപ്പൊ വരും കേട്ടാ. ദാവൻ ചേട്ടാ, നമുക്ക് അവർക്ക് കൂടി ഒന്ന് ലിഫ്റ്റ് കൊടുത്താലോ? എന്താണ്, കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? കല്യാണോ? ഇത് കല്യാണമൊന്നുമല്ല. പിന്നെ സീരിയലോ? വല്ല അഭിനയം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല അല്ല ഏട്ടാ, കല്യാണം തന്നെയാ. എനിക്ക് ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ അത്ര മാച്ച് അല്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പോ നോക്കുമ്പോ സെറ്റാണ്. ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി. അവളാണെങ്കിൽ ചെറുപ്പവും. അവൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മളതിലൊന്നും കയറി ഇടപെടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അച്ഛനും മോനും ഡെയിലി പുറത്തുനിന്നാണോ ഡിന്നർ? ആ, പറ്റുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഇവനിങ്ങനെ കെയർ ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അല്ലേ മോളെ? അതെ. ഇവനിനി എത്ര വലുതായാലും എന്നെ വിട്ടിട്ട് പോവുകയില്ല. എന്നെ വിഷമിപ്പിക്കണ ഒരു കാര്യവും ചെയ്യയില്ല. എനിക്കിവനും ഇവന് ഞാനും മാത്രം മതി, അല്ലടാ? ചിലരൊക്കെ പിള്ളേരെ പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലേക്കും വിദേശത്തോട്ടും ഒക്കെ വിടും. എന്നിട്ട് 10 വർഷമായിട്ടും വന്നില്ല, 20 വർഷമായിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. അങ്ങനെയുള്ള ടീംസൊക്കെ ഉണ്ടേ. എന്നിട്ട് അവസാനം സ്വത്ത് ചോദിച്ചു വന്നു എന്നുള്ള പരാതി. ഇവനാവുമ്പോൾ എങ്ങും പോവുകയില്ല, ഇവനൊരു സ്വത്തും വേണ്ട. അത്രക്ക് നിഷ്കളങ്കനായി ഇവൻ, അല്ലടാ? ജനിച്ചപ്പോൾ മുതലുള്ള നിഷ്കളങ്കത അവസാനം വരെ ഉണ്ടാവും. ഇപ്പൊ തൊട്ടാ കേട്ടോ? സാറേ, വലത്തേക്ക് ചേർത്തൊന്ന് നിർത്തിയാൽ മതി. വാ. പിന്നെ കല്യാണ രാത്രിയാണ് വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ടൈം. പിന്നെ അങ്ങോട്ട് റിയാലിറ്റിയാണ്. നാളെ മുതൽ ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുന്നത് റിയാലിറ്റിയാണ്. അപ്പോഴും ഈ സ്നേഹം ഉണ്ടാണോ കേട്ടോ? വാടാ പോവാം, കാറ്റോട്.
വിഷമങ്ങളല്ല ആൾക്കാർക്ക്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നമൊന്നും ഒന്നുമല്ല. ചേട്ടനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ, നല്ല തീരുമാനം. ചേട്ടൻ്റെ പേര് സിദ്ധു എന്നല്ലേ? അത് ശരി, ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നല്ലേ? ചെറിയ പേരല്ലേ? സോ ക്യൂട്ട്. അല്ല, സിദ്ധാർത്ഥ് നാരായണൻ. അയ്യോ, ഇത്ര വലുതായിരുന്നോ? ആ, ചേട്ടൻ എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. പറഞ്ഞോ. സ്റ്റെഫി. ആ, സ്റ്റെഫി ഇമ്മാനുവൽ. ഇത് അതിലും വലുതാണല്ലോ. വീട്ടിലേക്ക് എന്നെ അന്നാ വിളിക്കുന്നത്. ചേട്ടൻ എന്നെ അങ്ങനെ വിളിച്ചു. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ. ചേട്ടാ, ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ വല്ല പെട്രോൾ പമ്പിൽ നിർത്താൻ പറ്റുമോ? ഇതില് പെട്രോൾ ഉണ്ടല്ലോ. അതല്ല, ഹോട്ടലിൽ നിന്ന് വെച്ച ഫുഡ് പാളി. ആ, അത് ഫുഡ് പാളിയതല്ല, ഭാര്യ വലിച്ച് കഴിച്ചിട്ടാ. അതിനോട് പ്രസക്തിയില്ല. സ്പിരിറ്റ്. ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടുന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പൊ തന്നെ പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അതെപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തന്നു? റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറെ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പം അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറെ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചു കാണുന്നു. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ, അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, മേത്ത മണിയാ, ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല, ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ, നന്നായി. അല്ല, തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ, ഒരു മിനിറ്റ് പോരാ. ആരാ ഈ സമയത്ത്? സിദ്ധു, ആ എടുക്ക്. ആ, ലൗഡ് സ്പീക്കറില്. സിദ്ധു അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല, സ്പീക്കറില്. സിദ്ധു. ആളിയാ, ഞാനാ. എടാ, ഞാൻ ഉറങ്ങിയടാ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അവനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ക്ലിയർ അല്ലേ? അല്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ഞാൻ കേട്ടില്ല. അത് സംശയമുള്ളതുകൊണ്ടാണ്. അവ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തത്? അല്ല, അവൻ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു. വീണ്ടും വിളിക്കുന്ന. എഴുതിക്ക്, എടുക്ക്. അവൻ നിർത്തത്തില്ല, നീ വിളിക്കുന്ന. എടുക്ക്, ലൗഡ് സ്പീക്കർ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ, അളിയാ, കട്ടായി. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. നിന്റെ കൂടെ പെങ്കൊച്ചുണ്ടെങ്കിൽ നീ കൊണ്ട് പോടാ.
വൃത്തികെട്ടവനെ. കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എടാ ഇമ്മാതിരി പരിപാടിക്ക് പാതിരാത്രി എന്റെ ഹസ്ബൻഡിനെ അല്ല വിളിക്കേണ്ടത് കേട്ടോ. ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ, ഇത് ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊരു കുട്ടിയാണ്. എടാ അങ്ങനെ ബെസ്റ്റ് ആണെന്ന് പലയിടത്തും എനിക്ക് പല പെണ്ണുങ്ങളും കിട്ടും. അതിനൊന്നും എന്റെ ഭർത്താവിനെ കൂട്ടി വിളിക്കരുത് കേട്ടോ. അയ്യോ ഇത് അങ്ങനെയല്ല, ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പിനാണെങ്കിലും കുറെ നാളായല്ലോ നീ തുടങ്ങിയിട്ട്. അല്ല ഞാൻ രാത്രിയാവുമ്പോ അവന്റെ ഒരു help എന്നെ പൊന്നു ചേച്ചി ഒരാൾക്ക് പറയാനുള്ള അങ്ങോട്ട് കേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് പറ. ഇതൊരു ചേച്ചിയാണത്. ആരെവിടെ? ചേച്ചി വിചാരിക്കുന്നവരുടെ ഉടായി പരിപാടിയൊന്നല്ല. ഇന്നലെ കല്യാണമായിരുന്നു. 3 വർഷമായിട്ട് പ്രേമിച്ചോടെ കല്യാണ ചക്കൻ മുങ്ങി. അവനൊരു എന്റെ ചെക്കനെ തപ്പി ഇറങ്ങിയ ഞാൻ അവനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. ഇനി പണ്ടാറ് ഡ്രസ് ഒന്ന് മാറ്റേണ്ടി വന്നു. അത് ഹെൽപ്പ് ചെയ്യാനാണെന്ന് വിളിച്ചേ. എന്റെ പറ്റും എങ്ങനെ ഹെൽപ്പ് ചെയ്, ഇല്ലെങ്കിൽ കാണിക്കും പിടി. ഹലോ മോശമായി പോയല്ലേ? ഈയിടെയായിട്ട് സംശയം കുറച്ച് കൂടുന്നുണ്ട്. വേണമെങ്കിൽ തുറന്നു കൊടുക്കാല്ലേ? കളഞ്ഞു. ഇവിടെ സാരിയുടെ ഗംഭീര കളക്ഷനാണ്. ടസ സിൽക്കൊക്കെ ഇട്ട് നന്നായി ചേരും അല്ലേടാ? ഈ അർദ്ധരാത്രി ഇടാനോ? ഇവിടെ ആരും കല്യാണത്തിനൊന്നും പോകുന്നില്ല, കാഷ്വൽസ് മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അതാ അവിടെ അപ്പുറത്ത്. അല്ല അപ്പുറത്ത്. ഇവിടെ വൻ ഷോറൂമാണ്. സിൽക്ക്, ടസ സിൽക്ക്, കോട്ട്, ജൂട്ട്, അല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാഷ്വൽ മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അപ്പുറത്താണ്. ഇവിടെയാണെങ്കിൽ ലെഹങ്ക അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കളർഫുൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എടാ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. ഈ കുട്ടിക്ക് ഈ ഗൗൺ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ഉഗ്രം ഗൗൺ ഇരിക്കണ്, മാറാം. കാഷ്വൽസ് മതി. മതിയാ? മതിയെങ്കിൽ മതി. ആ കാണുന്ന മുഴുവൻ കാഷ്വൽസ് ആണ്. സ്വന്തം കട പോലെ ഫുൾ അരിച്ചു പെറുക്കി വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ എടുക്കേണ്ട ബില്ലൊക്കെ നീ തരുമല്ലോ അല്ലേ? സ്വന്തം കട പോലെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ? അവളി എടുക്കണ മുഴുവൻ ലേയും പി പി ഒക്കെയാണ്. ലേയും പി പി അല്ല, ലീയും പെപ്പയും. ആദ്യം വിൽക്കുന്ന സാധനങ്ങളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. അതിന് ഞാൻ സാരി സെഗ്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല ദിവ്യ നിന്നെ എടുത്തിട്ട് ഉരുട്ടുന്നത്. സാരി സെഗ്മെന്റ് വില കൂടിയ മറ്റേ സാധനം എടുക്കണേ. ഒരു ഡ്രസ്സല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും തന്നാ മതി. അതെ, ഈ ട്രയൽ റൂം എവിടെയായിരുന്നു? ഇവിടെ ആ കഥ അങ്ങ് തള്ളി തുറന്നാ മതി. വയറുണ്ടാ? ഹുക്കൊന്ന് അയച്ചു. മറിയുന്നേ. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നീ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ലേ?
ഇല്ല. ആദ്യമായിട്ടാണോ കാണുന്നത്? ആ. ശരിക്കും